പോലെ തന്നെയല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ചിട്ട് ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞാൽ നിങ്ങൾ വലിയ സംഭവമാ, നിങ്ങൾ വലിയ ഉഷാറാ, നിങ്ങൾ വലിയവരാ, നിങ്ങൾ നല്ലവരാ. കണ്ടില്ലേ, ഒരാൾ പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോൾ പലരും പുകഴ്ത്തുകയാണ്, അവർ പ്രഗത്ഭരാണ്, മഹാനാണ്, എന്തൊക്കെ ഭംഗി വാക്കുകളാ പറയണത്. എന്നാൽ കേട്ടോ മുഅ്മിനീങ്ങളെ, അതുപോലെയുള്ള ഭംഗി വാക്കുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞോണ്ട് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ, ഈ ജനങ്ങൾ എന്നെ കുറിച്ച് നല്ലത് പറയുന്നു, എന്നെ മഹത്വവൽക്കരിക്കുന്നു, പക്ഷെ അല്ലാഹുവേ, എന്നെ കുറിച്ച് ഈ ജനങ്ങളെക്കാൾ നിനക്കെന്നെ അറിയാമല്ലോ അല്ലാഹ്. ഞാൻ എത്രയേ ഉള്ളൂ, ഞാനൊരു നിസ്സാരനാണ്, ഞാനൊന്നിനും കൊള്ളാത്തവരാണ് എന്ന് റബ്ബേ നിനക്കറിയാമല്ലോ അല്ലാഹ്. ഇനി ആ പറയുന്ന ജനങ്ങളെക്കാൾ എനിക്ക് എന്നെയും അറിയാമല്ലോ അല്ലാഹ്. എൻ്റെ പരസ്യ ജീവിതം കണ്ടിട്ടാണ് ഞാൻ മഹാനാണെന്ന് അവർ വിലയിരുത്തുന്നത്, പക്ഷെ എൻ്റെ രഹസ്യ ജീവിതം എത്രമേൽ മോശമാണെന്ന് ആ ജനങ്ങളെക്കാൾ എനിക്കെന്നെ അറിയാമല്ലോ അല്ലാഹ്. അതുകൊണ്ട് റബ്ബേ, അവര് പറയുന്നതിനേക്കാൾ എന്നെ നീ നന്നാക്കണേ അല്ലോ. അവര് പറഞ്ഞതില്ല തെറ്റിന്റെ പേരിൽ അവരെയോ എന്നെയോ നീ ശിക്ഷിക്കല്ല റബ്ബേ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. ആ ഒരു ചിന്ത തന്നെയാ നമുക്ക് വേണ്ടത്. ഞാനൊരു മോശമാണ് എന്ന് സ്വയം ചിന്തിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണോ, അപ്പോഴാണ് നന്നാവാൻ കഴിയുക, അപ്പോഴാണ് നമ്മുടെ ഖൽബിൽ ഈമാൻ ഉണ്ടാവുക, അപ്പോഴാണ് ഇബാദത്തുകളിൽ ആസ്വാദനമുണ്ടാവുക. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന നേരം, ദിക്ർ ചൊല്ലാൻ വേണ്ടി പോകുന്ന നേരം, നോമ്പെടുക്കുന്ന നേരം മനസ്സിലുണ്ടാവേണ്ടത് ഞാനൊരു പാപമാണ്, ഞാനൊരു സാധുവാണ്, ഞാനൊരു പാപിയാണ്. എൻ്റെ പരസ്യ ജീവിതം ഉഷാറായിരിക്കാം, പക്ഷെ എൻ്റെ രഹസ്യ ജീവിതം വളരെ മോശമാണ് എന്ന ചിന്തയോടെ, ഞാനൊന്നുമല്ല എന്ന ചിന്തയോടെ, കിബറിൻ്റെ കണിക പോലും ഇല്ലാതെ ഇബാദത്ത് നിർവഹിക്കാൻ കഴിയുമ്പോഴാണ് ആ ഇബാദത്തിൽ ആസ്വാദനം വരുന്നത്, ആ ഇബാദത്തിൽ സങ്കടം വരുന്നത്, ആ ഇബാദത്തിൽ ഭയഭക്തി കടന്നു വരുന്നത്. നമ്മൾക്ക് അങ്ങനെയാവേണ്ടത്. കിബർ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുക.